السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق، ونحن اليوم في الدرس السادس عشر من دورة الثانية من دروس اللغة العربية لغير الناطقين بها. أين وقفنا؟ എവിടെയായിരുന്നു നമ്മൾ നിർത്തിയത്? ഓർമ്മയുണ്ടോ? ഖുർആൻ പഠനത്തിന്റെ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 2ാം സെമസ്റ്റർ 16ാമത്തെ പാഠത്തിലാണ് നാം ഉണ്ടായിരുന്നത്. അമ്രിനെയും ഉമറിനെയും കുറിച്ചാണ് പറഞ്ഞത്. അമ്രിനെയും ഉമറിനെയും കുറിച്ച് എന്ത് മനസ്സിലാക്കി? അമ്രും ഉമറും എഴുത്തിൽ എന്താ വ്യത്യാസം? അമ്രും ഉമറും എഴുത്തിൽ എന്താ വ്യത്യാസം? ആരും ഓർക്കുന്നില്ലേ? ഒരു വാവ് ഉണ്ടാവും സാറേ. ആർക്ക്? അമ്രിന് വാവുണ്ടാവും. ഓക്കെ, ഇതാണ് പ്രധാന വ്യത്യാസം. പിന്നെ അമ്ര എപ്പോഴും തൻവീൻ സ്വീകരിക്കുന്നതായിരിക്കും, ഉമർ തൻവീൻ സ്വീകരിക്കുന്നതല്ല. അപ്പോ ഉമറു എന്ന് പറയുന്ന ആ പാറ്റേൺ, ആദ്യത്തെ അക്ഷരം മൂന്നക്ഷരമുള്ള നാമം, ആദ്യത്തിനുള്ള അമ്മ, രണ്ടാമത്തേന് ഫത്തഹമാണെങ്കിൽ അത് തൻവീൻ സ്വീകരിക്കാത്ത പദം അല്ല നാമം ആയിരിക്കും. യഖറ മായല്. ഹംസ്. ഇവിടെ പഠിക്കാനുള്ളത് ഉഖ്റയും ആഖറുമാണ് പഠിക്കുന്നത്. ആഖർ എന്ന് പറയുന്നത് എന്താണ്? ആഖർ എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. ഉഖ്റ എന്ന് പറയുന്നത് അതിന്റെ സ്ത്രീലിംഗമാണ്. ആഖറു എന്നതിന്റെ സ്ത്രീലിംഗമാണ് ഉഖ്റ. ഖറജ മിനൽ ഫസ്ലി ഹംസതു വതാലിബുൻ ആഖറു. ഹംസത്ത് നമുക്കറിയാം, ഹംസത്ത് ഒരാളുടെ പേരാണ്. അത് തൻവീൻ സ്വീകരിക്കാത്തതാണ്. കാരണം അതിൽ താഴുണ്ട്, സ്ത്രീലിംഗത്തിന്റെ താഴുണ്ട്. സ്ത്രീലിംഗത്തിന്റെ താഴെയുള്ള നാമങ്ങൾ ഒന്നും തൻവീൻ സ്വീകരിക്കുന്നതല്ല. അത് പുരുഷന്മാരുടെ പേരായിരുന്നാലും സ്ത്രീകളുടെ പേരായിരുന്നു. ഫാത്തിമത്തായിരുന്നാലും ഹംസത്തായിരുന്നാലും തൻവീൻ സ്വീകരിക്കുന്നതല്ല. അപ്പൊ അതൊന്ന് ഒരു ലമ്മുണ്ട്. ഖറജ മിനൽ ഫസ്ലി ഹംസതു, ഹംസ ക്ലാസ്സിൽ നിന്നും പുറത്തുപോയി. വ താലിബുൻ ആഖറു, ഇതായിരിക്കും അർത്ഥം മറ്റൊരു സ്റ്റുഡന്റും. ആഖറു എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്. ആഖറു മറ്റൊന്ന്. അപ്പൊ മറ്റൊരു സ്റ്റുഡന്റും പുറത്തുപോയി. അസാനി ഹദാ ബൈതുന വലനാ ബൈതുൻ ആഖറു. അപ്പൊ എന്തായിരിക്കും അർത്ഥം? ഹദാ ബൈതുന, ഇത് ഞങ്ങളുടെ വീടാണ്. വലനാ ബൈതുൻ ആഖറു, ഞങ്ങൾക്ക് മറ്റൊരു വീട് കൂടിയുണ്ട്, വേറൊരു വീട് കൂടിയുണ്ട്. അസാലിസ് ദഖലൽ മക്തബത, ദഖലൽ മക്തബത ഖബല ഖലീലിൻ അൽ മുദീറു വറജുലുൻ ആഖറു ലാ അഅരിഫുഹു. ഖബല ഖലീലിന് ശേഷം അൽ മുദീർ ചേർത്ത് വായിച്ചാൽ ഖബല ഖലീലിനിൽ മുദീറു എന്ന് വായിക്കണം. ഖബല ഖലീലിനിൽ മുദീറു. തൻവീന് ശേഷം ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫ് വന്നാൽ നീ ചേർത്തിട്ടാണ് അടുത്ത അക്ഷരം വായിക്കുന്നത്. ചേർത്ത് വായിക്കുമ്പോൾ ഈ അലിഫ് പോകും. അപ്പോ പിന്നെ ലാമാണുള്ളത്. ലാമിന് സുക്കൂൻ
ഖലീലിന്റെ അവസാനത്തിൽ തൻവീൻ വരുമ്പോൾ അവസാനം സുക്കൂൻ എന്നാണ്. അൻ ഇൻ ഉൻ എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരത്തിൽ എന്താ ഉള്ളത്? അവസാനം സുക്കൂൻ. അൻ ഇൻ ഉൻ എന്ന് പറയുമ്പോൾ ആ ഇ ഉ എന്ന് പറയുന്ന പോലെയല്ല. അൻ ഇൻ ഉൻ എന്ന് പറയുമ്പോൾ അവസാനം സുക്കൂനുള്ള നൂനാണ് ഉച്ചാരണത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തൻവീന് ശേഷം ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫ് വന്നാൽ അതിന് അവിടെ എന്ത് ചെയ്യണം? അവിടെ നീ ചേർക്കണം. ഒരു കസറും ഇവിടെ ഖലീലിൻ ആണ് ഉള്ളത്, അതിന് ഒരു കസറും പിന്നെ ശേഷമുള്ള അക്ഷരത്തിന്റെ സുക്കൂനാണ് പറയേണ്ടത്. ഖബല ഖലീലിനിൽ, ഖബല ഖലീലിനിൽ മുദീറു വറജുലുൻ ആഖറു ലാ അരിഫുഹു. എന്താർത്ഥം? ദഖലൽ മക്തബത. അപ്പോൾ മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒബ്ജക്റ്റ് ആയിട്ട് വന്നാൽ എന്താവും? ദഖലയുടെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അവിടെ പ്രവേശിച്ചു. ദഖലൽ മക്തബത. മക്തബത്ത് എന്താ? ഓഫീസല്ല, ലൈബ്രറി. മക്തബത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സ്റ്റേഷനറി അല്ലെങ്കിൽ ലൈബ്രറി. അതായത് ഒന്നുകിൽ പുസ്തകം ലെൻഡ് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ പുസ്തകം വിൽക്കുന്ന സ്ഥലം. മക്തബത്തുൽ മുത്തനബി ഉണ്ട്. മുത്തനബി ബുക്ക് ഷോപ്പ് എന്നാണ് എൻ്റെ പേര്, ലൈബ്രറി. പക്ഷെ ഇവിടെ ലൈബ്രറിയാണ്. ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിൽ നിന്നാണ് നമ്മുടെ ഡിസ്കഷൻ എല്ലാം. അപ്പൊ ദഖലൽ മക്തബത, ലൈബ്രറിയിൽ പ്രവേശിച്ചു. ഖബല ഖലീലിൻ, അല്പസമയത്തിന് മുമ്പ്. ആര് പ്രവേശിച്ചു? അൽ മുദീറു. അപ്പൊ ദഖലയുടെ സബ്ജക്റ്റ് അഥവാ കർത്താവ് അവിടെ ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ. അതുവരെ അവൻ എന്ന് പറഞ്ഞു കളയരുത്. ദഖല എന്ന് പറഞ്ഞാൽ അവൻ പ്രവേശിച്ചെന്നാണ്. പക്ഷെ അവിടെ സബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ ഇതേപോലെ 2-3 വാക്ക് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. ദഖലൽ മക്തബത ഖബല ഖലീലിനിൽ മുദീറു. അൽ മുദീറു, പ്രിൻസിപ്പൽ ഓർ ദ ഹെഡ് മാസ്റ്ററും വറജുലുൻ ആഖറു, മറ്റൊരു മനുഷ്യനും അല്ലെങ്കിൽ മറ്റൊരാളും, മറ്റൊരു പുരുഷൻ എന്ന് പറയാം. ആഖറു ലാ അരിഫുഹു, അദ്ദേഹത്തെ എനിക്ക് അറിയില്ല. അപ്പോ റജുലുൻ ആഖറു നമ്മുടെ സബ്ജക്റ്റ് ആണ്. ആഖറു എന്നത് റജുൽ ആയതുകൊണ്ട് ആഖറു എന്ന് പറഞ്ഞു. പുരുഷനായതുകൊണ്ട് എന്ത് പറഞ്ഞു? ആഖറു എന്ന് പുല്ലിംഗം പറഞ്ഞു. പിന്നീട് ആഖറുവിന്റെ വിശദീകരണമാണ് ലാ അരിഫു ഹു, ഞാൻ അറിയാത്തതായ ആള്. അല്ലതിയെ ചേർത്ത് പറയാവുന്നതാണ്, പക്ഷെ ഇവിടെ അല്ലതി ഇല്ലാതെയാണ്. ലാ അരിഫു ഹു, അങ്ങനെയും വരും. ഞാൻ അദ്ദേഹത്തെ അറിയില്ല. അപ്പൊ എനിക്കറിയാത്ത മറ്റൊരാളും അവിടെ ലൈബ്രറിയിൽ പ്രവേശിച്ചു. അറാബിയ ഖാബൽ യൗമ ബഷീറുൻ വ ത്വാലിബുൻ ആഖറു. ഖാബ എന്താ അർത്ഥം? ഖാബ ഖാബ, കാല പറഞ്ഞു, അംതല നിറഞ്ഞു, ഖാബ മറഞ്ഞു. അങ്ങനെ പഠിച്ചേക്കണം. കാല പറഞ്ഞു, അംതല നിറഞ്ഞു, ഖാബ മറഞ്ഞു. പിന്നെ അതേപോലെ ഞാൻ ഉള്ള വേറെ കുറെ വാക്കുകളുണ്ട്. അങ്ങനെ മുമ്പ് ഇങ്ങനെ പദ്യങ്ങളുണ്ടായിരുന്നു, ഡിക്ഷണറി പദ്യ രൂപത്തിലുണ്ടായിരുന്നു. അപ്പൊ ഖാബ എന്ന് പറഞ്ഞാൽ മറഞ്ഞു. ഖായിബ് പറഞ്ഞില്ലേ, ഖായിബ് ആബ്സെന്റ്. അപ്പൊ ഇവിടെ ആബ്സെന്റ് എന്ന അർത്ഥമില്ല വന്നിരിക്കും. ഖാബൽ യൗമ ബഷീറുൻ, ബഷീർ ആബ്സെന്റ് ആയി. വ താലിബുൻ ആഖറു, മറ്റൊരു സ്റ്റുഡന്റും. താലിബ് പുല്ലിംഗം ആയതുകൊണ്ട് ആഖറു എന്ന വാക്ക് ഉപയോഗിച്ചു. റഅയ്തു ഫിൽ മതാരി, മതാർ എന്താണ്? മതാർ പറക്കുന്ന സ്ഥലം. താറ പറന്നു, മതാർ പറക്കുന്ന സ്ഥലം. എയർപോർട്ട്. എയർപോർട്ട്. പറക്കുന്ന എവിടെ നിന്നാണോ ആ സ്ഥലത്തിനാണ് മതാർ എന്ന്. താഫ, താഫ് ചെയ്തു. മതാഫ്, താഫ് എന്ന സ്ഥലം. അറബിയിൽ വാക്കുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് ഫാന്റാസ്റ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ലാംഗ്വേജാണ്. ലാംഗ്വേജ് പഠിക്കും തോറും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും. അപ്പൊ റഅയ്തു ഫിൽ മതാരി മുദർരിസന,
റഅയ്തു ഫിൽ മതാരി, ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു. മുദർരിസന, ഞങ്ങളുടെ ടീച്ചർ അധ്യാപകനെ കണ്ടു. മുദർരിസൻ ആഖറ, വേറൊരു ടീച്ചറിനെ വേറൊരു അധ്യാപകനെയും കണ്ടു. മുദരിസൻ ആഖറ. ഇവിടെ നമ്മളത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഖറജ മിൻ ഫസ്ലി ഹംസത്തു വതാലിബുൻ ആഖറു. അപ്പൊ ഹംസത്തു ഇതിന്റെ കർത്താവാണ്, ഖറജയുടെ കർത്താവാണ് ഹംസത്തു. അപ്പൊ കർത്താവിന്റെ അടയാളമാണ്. വതാലിബുൻ, അപ്പൊ വാ വന്നപ്പോ എന്തായി? അതിന്റെ നേരത്തെ വന്നതിന്റെ അതേ അടയാളമാണ് വാ കൊടുത്താൽ അത് രണ്ടാമത്തേനും വരേണ്ടത്. പുറപ്പെട്ടു എന്നതിന്റെ കർത്താവാണ് ഹംസത്തു. താലിബുൻ, മറ്റൊരു സ്റ്റുഡന്റും പുറപ്പെട്ടു എന്നാണല്ലോ. അപ്പോൾ വാ ഉയർത്താൽ തൊട്ട് മുമ്പുള്ളതിനോട് ബന്ധപ്പെടുത്തുമ്പോൾ അതിന്റെ അടയാളം ഇതിനും കൊടുക്കണം. അപ്പൊ ഹാദാ ബൈതുന വലനാ ബൈതുൻ ആഖറു. അതേപോലെ ബൈത്തിന്റെ ലമ്മാണ് ഇവിടെ രണ്ടാമത്. വലനാ ബൈത്തുൻ എന്ന് പറഞ്ഞത് അത് വേറെ ഘടനയിലാണ് വന്നിരിക്കുന്നത്. അവിടെയും ലമ്മാണ്. ദഖലൽ മക്തബത ഖബല ഖലീലിൻ അൽ മുദീറു. ദഖലയുടെ കർത്താവാണ് അൽ മുദീറു. അപ്പൊ കർത്താവ് എന്നതുകൊണ്ട് മുദീറിന് ലം കൊടുത്തു. വാ റജുലുൻ, വാ ചേർത്തപ്പോ എന്തായി? മുദീറിനോട് ബന്ധപ്പെടുത്തി. അപ്പൊ ആ മുദീറിന്റെ അടയാളം അതിനും കൊടുത്തു. വാ റജുലുൻ ആഖറു. ഓക്കെ. അപ്പൊ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഹംസത്തു എന്താണ്? സ്പെസിഫിക് ആണ്. ഒരു പ്രോപ്പർ നൗൺ പറയുമ്പോൾ എന്താണ്? സ്പെസിഫിക് ആണ്. ത്വാലിബുൻ ആഖറു, മറ്റൊരു ആള്. അപ്പോ ത്വാലിബ് എന്ന് പറയുന്നത് എന്താണ്? അൺസ്പെസിഫിക് ആണ്, നിർണിതമല്ലാത്ത നാമം. അതേപോലെ ഖബല ഖലീലിൻ അൽ മുദീറു, മുദീർ പ്രവേശിച്ചു, അഥവാ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ പ്രവേശിച്ചു. വറജുലുൻ ആഖറു, മറ്റൊരു പുരുഷൻ. എന്താണ്? വറജുൽ എന്നത് അറിയപ്പെടാത്തതാണ്, സ്പെസിഫിക് അല്ല. അതുകൊണ്ടാണ് അവിടെ തൻവീൻ വന്നത്. ഖാബൽ യൗമ ബഷീറുൻ, ബഷീർ എന്താണ്? സ്പെസിഫിക് ആണോ അൺസ്പെസിഫിക് ആണോ? നേരത്തെ പറഞ്ഞു ഹംസത്ത് സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു. എന്താ കാര്യം പറഞ്ഞത്? കാരണം എന്താ പറഞ്ഞത്? പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ ആണ്. ഒരു വ്യക്തിയുടെ പേരാ പറഞ്ഞത്, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര്, വ്യക്തിയുടെ പേരൊക്കെ പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം. മക്ക എന്ന് പറഞ്ഞാൽ മക്ക സ്പെസിഫിക് ആണ്. അതേപോലെ വർക്കല എന്ന് പറഞ്ഞാൽ വർക്കല സ്പെസിഫിക് ആണ്. അതേപോലെ വ്യക്തിയുടെ പേര് പറയാം, അപ്പൊ എന്തായിരിക്കും? സ്പെസിഫിക് ആണ്. അവിടെ തൻവീൻ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ. അതല്ല, അതേസമയം ഒരു സാധാരണ നാമമാണ് വന്നിരിക്കുന്നത്, അവിടെ തൻവീൻ ഉണ്ടെങ്കിൽ അത് അൺസ്പെസിഫിക് ആയിരിക്കും. താലിബുൻ, ഒരു സ്റ്റുഡന്റ്. റാബയുടെ കർത്താവാണ് ബഷീർ. അതിന്റെ അതേ അടയാളമാണ് താലിബിനും ഉള്ളത്. താലിബുൻ ആഖറു. അപ്പൊ എന്തായി? ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒരു കാര്യം കൂടെ ഉണ്ട്. താലിബുൻ ആഖറു എന്ന് ഇവിടെ ഒന്നാമത്തെ പറഞ്ഞു. കർത്താവായതുകൊണ്ട് താലിബിന് ലം കൊടുത്തു, ആഖറിനും ലം വന്നു. കാരണം എന്താ? ഈ ആഖറു എന്നത് അതിന് തൊട്ട് മുമ്പ് പറയുന്നതിന്റെ വിശേഷണമായിട്ടായിരിക്കും വരിക. ഓക്കെ. അപ്പൊ ബൈത്തുൻ ആഖറു വലന ബൈത്തുൻ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീടുണ്ട്. ആഖറു മറ്റൊന്ന്. അപ്പൊ ബൈത്തിന്റെ വിശേഷണമാണ് ആഖറ്. ബൈത്തിന് ലമ്മായതുകൊണ്ട് ആഖറിന് ലമ്മാണ്. ആഖർ എന്ത് ചെയ്യില്ല? തൻവീൻ സ്വീകരിക്കില്ല. തൻവീനുള്ള പദമല്ല അത്, തൻവീനില്ലാത്ത ഉറച്ച നാമമാണ്. ആഖർ എന്നുള്ള ആഹരി എന്ന് വരില്ല. അത് തൻവീൻ സ്വീകരിക്കാത്ത പദമാണ്. ആഖറു, ആഖർ എന്നത് ആഖറ നസ്ബ് വരും, ഫതഹ വരും. അതേസമയം കസ്ർ വരില്ല. നമ്മളെ ഗൈർ മുൻസരിഫ് എന്ന് പറഞ്ഞാൽ തൻവീൻ സ്വീകരിക്കാത്ത ഗണത്തിൽപ്പെട്ടതാണ് ആഖറു. വലനാ ബൈത്തുൻ ആഖറു. അതേപോലെ അൽ മുദീറു റജുലുൻ ആഖറു. അപ്പൊ ഇവിടെ ദഖലയുടെ കർത്താവാണ് മുദീർ, അല്ലെങ്കിൽ മുദീറിനോട് വാ കൊടുത്ത് റജുലിനെ ബന്ധപ്പെടുത്തി. പിന്നെ റജുലിന്റെ വിശേഷണമാണ് ആഖർ, അതുകൊണ്ട് ആഖറിന് ലം കൊടുത്തു. ഖാബൽ യൗമ ബഷീറുൻ വ താലിബുൻ ആഖറു.
താലിബിന് ലം കൊടുത്തു, അതിന്റെ വിശേഷണമായ ആഖറിന് ലം കൊടുത്തു. അപ്പൊ അവരുടെ കർത്താവാണ് ബഷീർ. ബഷീറിനോട് ബന്ധപ്പെടുത്തിയതാണ് താലിബിന്. അപ്പോൾ വാ ചേർത്തപ്പോൾ ബഷീറിന്റെ അടയാളം താലിബിന് കിട്ടി. താലിബിന്റെ വിശേഷണമാണ് ആഖർ, അതുകൊണ്ട് ആഖറിന് താലിബിന്റെ അടയാളം കിട്ടി. അൽ ഖാമിസ് റഅയ്തു ഫിൽ മതാരി. അപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞതാണ് ലമ്മത്തുള്ള സന്ദർഭങ്ങളാണ്, റഫ് ചെയ്യപ്പെട്ട സന്ദർഭങ്ങളാണ് അവിടെയൊക്കെ പറഞ്ഞത്. ഇനി റഅയ്തു ഫിൽ മതാരി, ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു, മുദരിസന, ഞങ്ങളുടെ അധ്യാപകന്. അപ്പൊ മുദരിസ് എന്താണ്, എന്ത് സ്ഥാനത്താണുള്ളത്, എന്ത് അടയാളമാണുള്ളത്? നെസ്ബ് കൊടുത്തിരിക്കുന്നു, കാരണം മഫ്ഉലുൻ ബിഹിയാണ്. വ മുദരിസൻ, അപ്പൊ വാ കൊടുത്തപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞ മുദരിസിന്റെ അതേ അടയാളം വാ ചേർത്തപ്പോൾ രണ്ടാമത്തെ മുദരിസിന് വന്നു. ആ മുദരിസൻ ആഖറ, അപ്പൊ ആഖറിന് എന്തുകൊണ്ട് ഫതഹ വന്നു? മുദരിസന്റെ വിശേഷണമായിട്ട് പറഞ്ഞു. വിശേഷണമായതുകൊണ്ട് അതിന്റെ അതേ അടയാളം ഇതിന് വന്നു. തൻവീൻ സ്വീകരിക്കാത്തതുകൊണ്ട് ഇവിടെ തൻവീൻ ഇല്ല. ഇവിടെ പറഞ്ഞത് ഖിസ്മുൽ ഹംസിൽ പറഞ്ഞത് എന്താണ്? ഇതെല്ലാം മുദക്കറാണ് പറഞ്ഞത്. മുദക്കർ എന്ന് പറഞ്ഞാൽ എന്താ? മാസ്കുലിൻ, പുല്ലിംഗം. പുല്ലിംഗമാണ് ഇവിടെ എല്ലാം പറഞ്ഞത്, അതുകൊണ്ടാണ് എല്ലാത്തിനും ആഖർ വന്നത്. പുല്ലിംഗത്തെയാണ് ആഖർ കൊണ്ട് വിശേഷിപ്പിച്ചത്. ഇവിടെ ഖിസ്മുൽ പാർട്ട് ബി അല്ലവൽ സഅഹ്ഫളുൽ യൗമ, സഅഹ്ഫളുൽ യൗമ, ഞാൻ ഇന്ന് മനപ്പാടമാക്കും സൂറത്തുർ റഹ്മാനി. അപ്പോ അഹ്ഫളുവിന്റെ മഫ്ഊലുൻ ബിഹിയാണ് സൂറത്ത്, അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് നെസ്ബ് കൊടുത്തു. സൂറത്ത് എന്താണ്? മുഅന്നസാണോ മുദക്കറാണോ? മുദക്കർ എന്ന് പറഞ്ഞാൽ മസ്കുലിൻ, മുഅന്നസ് എന്ന് പറഞ്ഞാൽ ഫെമിനിൻ. മസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ സൂറത്ത്? ഒരു സെക്കൻഡ്, മുഅന്നസാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടുപോയി. കട്ട് ചെയ്തോ?
ഓക്കെ. അപ്പൊ എന്താ കിസ്മൽ ബാ സഅഹ്ഫദുൽ യൗമ സൂറത്ത റഹ്മാനി. സൂറത്ത് എന്താണ്? ഫെമിനിനാണ്. സൂറത്ത റഹ്മാൻ. റഹ്മാനിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. സൂറത്തുർ റഹ്മാൻ ഞാൻ എന്ത് ചെയ്തു? മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സൂറത്ത് റഹ്മാൻ ഹിഫ്ലാക്കും. സഅഹ്ഫദു ഉടൻ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യും? ഹിഫ്ലാക്കും അൽ യൗമ സൂറത്ത് റഹ്മാൻ. വസൂറത്തൻ മറ്റൊരു വസൂറത്തൻ ഉഖ്റ ഉഖ്റ മറ്റൊന്ന്. അപ്പോ സൂറത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഉഖ്റ എന്ന പദം ഉപയോഗിച്ചു. അപ്പൊ ഉഖ്റ എന്ന പദത്തിന്റെ അവസാനം അലിഫ് ആയതുകൊണ്ട് ഉഖ്റ റാക്കിയറ്റിന്റെ എന്താണ്? അലിഫാണ്. യായിട്ടാണ് എഴുതുന്നതെങ്കിലും അലിഫാണ്. അപ്പൊ ഉഖ്റ അപ്പൊ അലിഫ് ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യില്ല? അടയാളത്തിന്റെ ഒരു പ്രസക്തിയും ഇല്ല. അടയാളത്തിന്റെ പ്രസക്തി ഇല്ല. അവിടെ നെസ്ബാണോ റഫ് ആണോ ജറാണോ എന്ന് നോക്കണം. സൂറത്തൻ ഉഖ്റ. അസാനി ഐന്ദി സഅത്തുൻ ജമീലത്തുൻ. എന്റെ അടുക്കൽ ഒരു സാഅത്തുണ്ട്. സാഅത്തുൻ ജമീലത്തുൻ. സാഅത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ജമീലത്തുൻ എന്ന സ്ത്രീലിംഗ പദം കൊണ്ട് സാഅത്തിനെ വിശേഷിപ്പിക്കുക. വസയഷ്തരി വസയഷ്തരി എനിക്ക് വാങ്ങും. യഷ്തരി ലീ എനിക്ക് വേണ്ടി വാങ്ങും. അമ്മി എന്റെ അമ്മാരാണ്. എന്റെ എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ. സഅതൻ ഉഖ്റ മറ്റൊരു വാച്ച്. അപ്പൊ ഇവിടെ സഅതൻ ഉഖ്റ സഅഹ്ഫദുൽ യൗമ സൂറത്ത് റഹ്മാനി. ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ്? സഅഹ്ഫദുൽ യൗമ ഞാൻ ഹിഫ്ലാക്കും. എന്തിനെയാണ്? സൂറത്ത റഹ്മാൻ. അപ്പൊ അഹ്ഫദുവിന്റെ മഫ്ഊലും ബിഹിയാണ് സൂറത്ത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് നെസ്ബ് ചെയ്തു. പത്തകത്തോളൂ. വസൂറത്തൻ. അപ്പൊ വാ കൊണ്ട് എന്ത് ചെയ്യാണ്? ആദ്യം പറഞ്ഞ സൂറത്തിനോടാണ് ബന്ധപ്പെടുത്തുന്നത്. അപ്പോ ആ സൂറത്തിന്റെ അടയാളത്തിന് എതിരെ കിട്ടി. വസൂറത്തൻ ഉഖ്റ മറ്റൊന്ന്. രണ്ടാമത്തെ ഉദാഹരണത്തിലോ ഐന്ദി സഅത്തുൻ എന്റെ അടുക്കൽ എന്തുണ്ട്? സഅത്തുണ്ട്, ഒരു വാച്ച് ഉണ്ട്. സഅത്തിന് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണോ അൺസ്പെസിഫിക് ആണോ? എന്താണ്? സ്പെസിഫിക് അല്ല. എൻ്റെ അടുക്കൽ ഒരു വാച്ച് ഉണ്ട്. ആ സീക്ക ആണോ സിറ്റിസൺ ആണോ ടൈറ്റാൻ ആണോ ടൈറ്റാനിക് ആണോ എന്നൊന്നും പറഞ്ഞില്ല. ഐ ഹാവ് എ വാച്ച്. ഓക്കെ. എന്തായാലും ഇവിടെ എന്താണ് അടയാളം? സഅത്തുൻ ലമ്മാണ്. എന്തി സഅത്തുൻ ജമീലത്തുൻ എൻ്റെ അടുക്കൽ ഒരു മനോഹരമായ വാച്ച്. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ ആദ്യം പറഞ്ഞത് ലമ്മാണ്. വസയഷ്തരി എനിക്ക് അല്ലെങ്കിൽ യഷ്തരി ലീ എനിക്ക് വേണ്ടി വാങ്ങും. അമ്മി എൻ്റെ എളപ്പ. അപ്പൊ യഷ്തരിയുടെ കർത്താവ് അമ്മാണ്. അമ്മിന്റെ ശേഷം യാൽ മുത്തക്കല്ലിം വന്നതുകൊണ്ട് അടയാളം കാണിക്കാൻ പറ്റില്ല. ലമ്മത്ത് കാണിക്കാൻ പറ്റില്ല. യഷ്തരിയുടെ കർത്താവ് അമ്മാണ്. അമ്മിനെ ലമ്മത്ത് കാണിക്കണമെങ്കിൽ കാണിക്കാൻ പറ്റില്ല. ശേഷം മുത്തക്കല്ലിമിന്റെ യാ വരുന്നുണ്ട്. സംസാരിക്കുന്ന ആളുടെ യാ വന്നു. അമ്മി. പിന്നെ യഷ്തരിയുടെ മഫ്ഊലും ബിഹി എന്താ? ഒബ്ജക്റ്റ്. എന്തിനെയാണ് വാങ്ങുന്നത്? സാഅത്തിനെയാണ് വാങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്തു? സാഅത്തിന് നെസ്ബ് ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞ സാഅത്ത് വലതല്ല ഈ സാഅത്ത്. നേരത്തെ പറഞ്ഞത് വേറൊരു സെന്റൻസ് ആണ്. ഇവിടെ പറയുന്നത് വേറൊരു സെന്റൻസ്. രണ്ട് സെന്റൻസ് ആയിട്ടാണ് പറയുന്നത്. ഇന്ദി സാഅത്തുൻ ജമീലത്തുൻ എൻ്റെ അടുക്കൽ ഒരു മനോഹരമായ വാച്ചുണ്ട്. വസയഷ്തരി അമ്മി സാഅത്തൻ ഉഖ്റ എനിക്ക് അമ്മ മറ്റൊരു വാച്ച് വാങ്ങും. രണ്ട് കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഒന്നെന്താണ്? നേരത്തെ വന്നതിലൊക്കെ ഒന്നാമത്തെ വിശേഷണമായിട്ടോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തിയാണ് രണ്ടാമത്തത് വന്നിരിക്കുന്നത്. അവിടെയൊക്കെ ഒന്നാമത്തെ അടയാളമാണ് രണ്ടാമത്തേലുള്ളത്. ഇവിടെ ഒന്നാമത്തത് സെന്റൻസ് വേറെയാണ്. രണ്ടാമത് വാവ് കൊണ്ട് എന്ത് ചെയ്തു? സെന്റൻസ് ബിഗിൻ ചെയ്തിരിക്കുകയാണ്, വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് മറ്റൊരു സെന്റൻസ്. കേട്ടോ? വസയഷ്തരി എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി പറയുന്നേ ഉള്ളൂ. അപ്പൊ രണ്ടാമതൊരു ഫ്രൈസ് ആയിട്ടാണ് വരുന്നത്. ആദ്യം ഒരു ഫ്രൈസ് കഴിഞ്ഞു, അടുത്ത വേറൊരു ഫ്രൈസ് ആയിട്ടാണ് പദസമുച്ചയം.
വസയഷ്തരി ലി. അപ്പൊ യഷ്തരിയുടെ മഫ്ഊലും ബിഹി ആയിട്ടാണ് സാഅത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആദ്യത്തെ സാഅത്തിന്റെ അടയാളമല്ല ഈ സാഅത്തിനുള്ളത്. ഇവിടെ യഷ്തരിയുടെ മഫ്ഊലും ബിഹി ആണ്, അതുകൊണ്ട് അവിടെ നസ്ബാണ് കൊടുത്തിരിക്കുന്നത്. വസയഷ്തരി ലി അമ്മി സാഅതൻ ഉഖറ. അപ്പൊ അവിടെ സ്ത്രീലിംഗം ആയതുകൊണ്ട് ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം സ്ത്രീലിംഗമായതുകൊണ്ട് ഉഖറ എന്ന വാക്ക് ഉപയോഗിച്ചു. മുദക്കർ പറഞ്ഞെടുത്ത് അങ്ങനെ രണ്ടാമതൊരു സെന്റൻസ് ആക്കി പറഞ്ഞില്ലായിരുന്നു? അല്ല, അങ്ങനെ ഉദാഹരണം അങ്ങനെ വന്നിട്ടില്ല. വന്നിട്ടില്ല. ഉദാഹരണം അങ്ങനെ വന്നിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെ പറയാം. ജാഅനിയൽ യൗമ ഉസ്താദുൻ, ജാഅനിയൽ യൗമ ഉസ്താദുൻ വസയഅതി ഉസ്താദുൻ ആഖറു, വസയഅതി ഉസ്താദുൻ ആഖറു ബഅദ ഖലീലിൻ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു അധ്യാപകൻ വന്നു എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ രണ്ടാം സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ വേറെ അടയാളത്തിൽ വരുന്ന രീതിയിൽ അങ്ങനെയും പറയാം. എന്താണ് ജാനി ഉസ്താദുൻ ആഖറു, അല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ പറയാം. നമുക്ക് സെന്റൻസ് അങ്ങനെ വരുമ്പോഴത്തേക്ക് സന്ദർഭം അനുസരിച്ച് വരാം, അങ്ങനെ വരാം. പക്ഷെ ഇവിടെ രണ്ട് സെന്റൻസ് ആക്കി വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് ഘടനയിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സബ്ജക്റ്റ് ഉഖ്റ എന്നതാണ്, ആഖറും ഉഖ്റയും എന്നതാണ്. പക്ഷെ നിങ്ങളുടെ ബോധ്യത്തിന് വേണ്ടി ഞാനത് പ്രത്യേകം വേർതിരിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. അതിന്റെ അടുത്തത് സാലിസ് ഗാബത്ത് അംസി, ഇന്നലെ അബ്സെന്റ് ആയി. ഹഫ്സത്തു, ഹഫ്സ ഇന്നലെ അബ്സെന്റ് ആയി. താലിബത്തുൻ ഉഖ്റ, മറ്റൊരു സ്റ്റുഡന്റും. താലിബത്തുൻ, നേരത്തെ താലിബുൻ എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ ഹഫ്സ മറ്റൊരു ഗേൾ സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് മറ്റൊരു ഗേൾ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് എന്ത് ചെയ്തു? താലിബത്തുൻ എന്ന് പറയും. ഉഖ്റ, മറ്റൊരു സ്റ്റുഡന്റും. ഉസ്താദ് ഇവിടെ തന്നെ ഇവിടെ ഹഫ്സത്ത് വ താലിബുൻ അഖ്റ എന്ന് പറയാലോ അല്ലേ? ആഖറു എന്ന് പറയാം, താലിബുൻ ആഖറു എന്ന് പറയാം. പക്ഷെ അവിടെ അങ്ങനെ പറയേണ്ട, നമുക്കിവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ചോദിച്ചത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഹഫ്സ ഒന്നും മറ്റൊരു ബോയിയും വന്നെന്ന് പറയാം, അല്ലെങ്കിൽ ബോയിയും ആബ്സെന്റ് ആയി എന്ന് പറയാം. ഗാബത്ത് അംസി ഹഫ്സത്തു, ഹഫ്സ ആബ്സെന്റ് ആയി ഇന്നലെ. താലിബുൻ ആഖറു, മറ്റൊരു ബോയിയും ആബ്സെന്റ് ആയി. അപ്പൊ കുഴപ്പമില്ല, അങ്ങനെ വന്നാൽ അങ്ങനെ പറയാം. പക്ഷെ ഇവിടെ ഉഖ്റ പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇസ്മൽ ബാ കംപ്ലീറ്റ് എന്താണ്? ഉഖ്റയുടെ പ്രയോഗമാണ് വരുന്നത്. അറാബിയ ഹാത്തി തുഫാഹത്തൻ ഉഖ്റ യാ ഉമ്മി, ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. ഹാത്തി തുഫാഹത്തൻ ഉഖ്റ. അപ്പോ പറയുന്ന ആൾക്ക് ഒരു ആപ്പിൾ കിട്ടി. അപ്പൊ അയാള് വീണ്ടും പറയാണ് ഹാത്തി, ഹാത്തി എന്ന് നീട്ടി പറഞ്ഞ എന്താണ്? ഹാത്തി എന്ന് നീട്ടില്ലാതെ പറഞ്ഞാൽ ഒരു പുരുഷനോട് പറയുന്നതാണ് ഹാത്തി. ഹാത്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീയോട് പറയുന്നതാണ്. ഓക്കെ, ഖുർആനിൽ ഹാത്തൂ ഉണ്ട്. ഹാത്തൂ, നിങ്ങൾ കൊണ്ടുവരൂ. ഖുൽ ഹാത്തു ബുർഹാനക്കും, ഖുൽ ഹാത്തു ബുർഹാനക്കും ഹാത്തൂനി ബികിതാബിൻ. ഹാത്തി തുഫാഹത്തൻ ഉഖ്റ. അപ്പൊ തുഫാഹത്താണ് കൊണ്ടുവരാൻ പറഞ്ഞത്. തുഫാഹത്ത് എന്ന് പറയുമ്പോൾ അവസാനം താഴെയുള്ള പേരായതുകൊണ്ട് അല്ലെങ്കിൽ നൗൺ ആയതുകൊണ്ട് അതിനെന്ത് ചെയ്തു? ഉഖ്റ എന്ന വിശേഷണം കൊണ്ട് പറഞ്ഞു. യാ ഉമ്മി, യാ ഉമ്മി, ഉമ്മാടുത്ത് പറയുന്നതുകൊണ്ടാണ് ഹാത്തി എന്ന് നീട്ടി പറഞ്ഞത്. അൽഖാമിസ് റഅയ്തു ഫിൽ മക്തബത്തി ലൈല, റഅയ്തു ഫിൽ മക്തബത്തി, ഞാൻ മക്തബത്തിൽ കണ്ടു, ലൈബ്രറിയിൽ കണ്ടു. ലൈല, ലൈലയെ കണ്ടു. താലിബത്തൻ ഉഖ്റ, മറ്റൊരു ഗേളിനെയും കണ്ടു. അപ്പൊ താലിബത്ത് ആയതുകൊണ്ട് ഉഖ്റ എന്ന വാക്ക് ഉപയോഗിച്ചു. ഇനി നിങ്ങൾ മറുപടി പറയേണ്ടതാണ്.
അക്മിൽ ജുമലാത്തിയ ബിവദഇ ആഖറു ഔ ഉഖ്റ. ആഖർ അല്ലെങ്കിൽ ഉഖ്റ ചേർത്ത് ഫിൽ ഫറാഗ് ഫില്ല് ചെയ്യണം. ഫറാഗ് എന്ന് പറഞ്ഞാൽ ഒഴിവുള്ള ഭാഗം, ഒഴിവുള്ളത്. ഫിൽ ഫറാഗ് ഒഴിവുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? അക്മിൽ കംപ്ലീറ്റ് ചെയ്യുക. അൽ ജുമല സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. അൽ അക്മിൽ ജുമലാത്തിയ ഫിൽ ദ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. ജുമല് എന്ന് പറഞ്ഞാൽ ജുംലത്തിന്റെ ബഹുവചനമാണ് ജുമല്. അൽ ആത്തിയത്ത് കമ്മിങ് ഫോളോയിങ്. ബിവദഇ വെച്ചുകൊണ്ട് ആഖർ ആഖറു ഔ ഉഖ്റ. ആഖർ അല്ലെങ്കിൽ ഉഖ്റ വയ്ക്കണം. ഇവിടെ അടയാളം കൊടുക്കാത്തത് ചിലപ്പോൾ ഫത്തഹാകാം, ചിലപ്പോൾ ലമ്മാകാം എന്നതുകൊണ്ടാണ്. ഫിൽ ഫറാഗി ഒഴിഞ്ഞ സ്ഥലത്ത്. ദറസ്തുൽ ലുഗത്തൽ അറബിയ്യത വ ലുഗത്തൻ എന്താർക്കണ്ടേ? ലുഗത്തൻ ആഖറു ആണോ ഉഖ്റ? ഉഖ്റ. കാരണം ലുഗത്തിന്റെ വിശേഷണമായിട്ടാണ് വരുന്നത്. ആ കതബ്തു റിസാലതൻ ഇലാ അബി വരിസാലതൻ ഉഖ്റ ഇലാ ഉമ്മി. ഉപ്പാക്ക് ഞാൻ ഒരു കത്ത് അയച്ചു, മറ്റൊരു കത്ത് ഉമ്മാക്കും അയച്ചു. الثالث سأل المدرس خالدا وطالبا ആഖറ. അവിടെ എന്ത് ചെയ്യണം? താലിബൻ ഫതഹ ചെയ്യപ്പെട്ടതുകൊണ്ട് ആഖറിന് ഫതഹ ചെയ്യപ്പെട്ടു. അറാബിയ ഖറജത്തിൽ ആന. ഖറജത്തിൽ ആന സയ്യാറത്തുൽ മുദീരി വസയ്യാറത്തുൻ ഉഖ്റ. الخامس سمعت هذا الخبر من إذاعة لندن ومن إذاعة إذاعة أخرى. അവിടെ കെസ്റ്റ് ഒന്നും നോക്കണ്ട, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഉഖ്റാക്ക് അവസാനം അലിഫായതുകൊണ്ട് അവിടെ പത്താം കെസ്റ്റുള്ള ഒന്നും നോക്കണ്ട. السادس اشتريت هذا الكتاب وكتابا آخر. السابع ضرب أولئك الرجال بلالا وطالبا آخر. ضرب أولئك الرجال ധാരണം ആ ആൾക്കാർ അടിച്ചു, ആ പുരുഷന്മാർ അടിച്ചു. ബിലാലൻ ബിലാലിനെ വതാലിബൻ ആഖറ മറ്റൊരു സ്റ്റുഡന്റിനെയും. الثامن رأيت خديجة وطالبة أخرى. التاسع خرج من المسجد الآن الإمام ورجل آخر. خرج من المسجد الآن ഇപ്പോൾ പള്ളിയിൽ നിന്നും പുറത്തുപോയി, മസ്ജിദിൽ നിന്നും പുറത്തുപോയി. അൽ ഇമാമു അവിടുത്തെ ഇമാം. ഇവിടെ അൽ ചേർത്ത് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ആ പള്ളിയിലെ ഇമാം. വറജുലുൻ ആഖറു മറ്റൊരു പുരുഷനും പോയി. അൽ ആഷിർ ഗസലത് ഉഖ്തി അൽ ഖമീസ. ഉഖ്തി അൽ ഖമീസ അൽ ഖമീസ എന്റെ സഹോദരി ഷർട്ട് കഴുകി. അൽ അഖ്ദറ ഏത്? അൽ അഖ്ദർ എന്താണ്? പച്ച. ഗ്രീൻ ഷർട്ട് സഹോദരി കഴുകി. വ ഖമീസൻ ഉഖ്റ ആഖറ. ഖമീസ് പുല്ലിംഗ്. الثاني عشر التمرين الثاني عشر exercise number 12 تأمل المثال. ഉദാഹരണം ശ്രദ്ധിച്ചു വയ്ക്കുക. ثم أكمل الجمل الآتية بوضع ذو. നമ്മൾ ذوവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ذو أو ذا في الفراغ. ذو അല്ലെങ്കിൽ ذا എന്ത് ചെയ്യണം? ഒഴിവുള്ള സ്ഥലത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഉദാഹരണം ശ്രദ്ധിക്കുക. നമ്മൾ ذو ذായും ذുവും പറഞ്ഞായിരുന്നു. ذا എന്തിനാണ്? ذു ലമ്മ് ചെയ്യപ്പെടുമ്പോൾ ذു ആയിരിക്കും, ഫത്ത് നസ്ബ് ചെയ്യപ്പെടുമ്പോൾ ذا ആയിരിക്കും. ഇന്ദി ദഫ്തറുൻ ذു വറഖിൻ മുസത്തർ. അപ്പൊ ذുവിന്റെ അടയാളം എങ്ങനെ കണ്ടെത്തും? എന്റെ അടയാളം വേണമെന്ന്. ذുവിന് മുമ്പ് പറഞ്ഞത് എന്തെന്നാണോ അതിന്റെ വിശേഷണമായിരിക്കും ذു. ഓക്കെ, നേരത്തെ ആഖർ പറഞ്ഞതുപോലെ തന്നെയാണ്. ആഖറിന് മുമ്പുള്ളതിന്റെ
വിശേഷണമായിരിക്കും ആഹറു. അതേപോലെ ദൂ എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞതിന്റെ വിശേഷണമായിരിക്കും. അതിന് ശേഷം ദൂവിന് ശേഷമുള്ളതിന് എപ്പോഴും കസ്റും വരും. വണ്ടി ദഫ്തറുൻ, എന്റെ അടുക്കൽ ദഫ്തറുൻ ഉണ്ട്, നോട്ട്ബുക്ക്. ദൂ വറക്കിൻ മുസത്തരിൻ, ഓൾഡ്. നേരത്തെ പറഞ്ഞതാണ് കേട്ടോ, ഉദാഹരണം നേരത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ. ദൂ വറക്കിൻ മുസത്തരിൻ, വരയുള്ളതായ, വരയുള്ള പേപ്പർ ഉള്ളതായ, അല്ലെങ്കിൽ വരയിടപ്പെട്ട പേപ്പർ ഉള്ളതായ. ഹാദാ മുസ്ഹഫുൻ ദൂ ഹർഫിൻ കബീരിൻ, ഹാദാ മുസ്ഹഫുൻ, അത് നമ്മളുള്ളതാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു? ദൂ ഹർഫിൻ കബീരിൻ, ദൂ ചേർത്ത് വിശേഷണം, ദൂ കൊണ്ട് വിശേഷിപ്പിച്ചു. ഹർഫിൻ കബീരിൻ, ഹർഫ് എന്താണ്? ഹർഫുൻ കബീറിൻ, വലിയ അക്ഷരം. വലിയ അക്ഷരം, അക്ഷരം. അതെ. ഇഷ്തറൈതു ദഫ്തറൻ ദാ വറക്കിൻ മുസത്തരിൻ. അപ്പോ ഇഷ്തറൈതു ദഫ്തറൻ, ഞാൻ നോട്ട്ബുക്കിനെ വാങ്ങി. അപ്പൊ ദഫ്തർ മഫ്ഊൽ ബിഹി ആണ്, നെസ്ബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൂവിന് പകരം ദാ പറയാം. ദഫ്തറൻ ദാ വറക്കിൻ മുസത്തരിൻ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ ഇവിടെ ദഫ്തറിന് നെസ്ബ് ആയതുകൊണ്ട് ദായ്ക്ക് ദൂവിന് പകരം ദാ പറയണം. ഉരീദു മുസ്ഹഫൻ ദാ ഹർഫിൻ കബീർ. ഇവിടെ അതുപോലെ തന്നെ മുസ്ഹഫിന് നേരത്തെ മുകളിൽ മുസ്ഹഫിന് ലമ്മായിരുന്നു, ഇവിടെ മുസ്ഹഫിന് നെസ്ബ് ആയതുകൊണ്ട് അതിന്റെ വിശേഷണമായ വിശേഷണം വരുമ്പോൾ ദൂവിന് പകരം ദാ പറയണം. ഓക്കെ. എൻഡി ദഫ്തറുൻ, എന്താ പറയണം? ദൂ പറയണോ ദാ പറയണോ? എൻഡി ദഫ്തറുൻ ദൂ ഖിലാഫിൻ ജമീലിൻ. ഖിലാഫ് എന്താണ്? ദൂ പറയണം. ഖിലാഫ് എന്താ? കവർ. ഖിലാഫ് കവർ, നേരത്തെ വന്നിട്ടുണ്ട്. ഖിലാഫ് ജന്മലപ്പ് എന്ന അർത്ഥത്തിലും വരും ഖിലാഫ്. നമ്മൾ മലയാളത്തിൽ കവർ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള കവറുണ്ട്, ഇങ്ങനെയുള്ള കവറുണ്ട്. അതെ, ഇതൊരു തരം കവറാണ്. ഒരു കവറ കാണിക്കില്ല, എന്റെ ഫേസ് മാത്രം കാണാനുള്ള സംവിധാനം. നമ്മുടെ കവറല്ല, ഇതൊരു തരം കവറാണ്. അതേപോലെ ഇത് ബുക്കിന്റെ കവർ എന്ന് പറയും. പുറംചട്ട എന്ന് പറഞ്ഞോളൂ ഉസ്താദേ. പുറം ചട്ട എന്ന് പറയുന്ന അർത്ഥത്തിലല്ല വരുന്നത്. നമ്മൾ കവർ എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇതിന് ആ ഖിലാഫ് എന്ന വാക്ക്. അതുകൊണ്ടാണ് എൻവലപ്പിനും എന്ത് ചെയ്യുന്നത്? ഖിലാഫ് എന്ന് ഉപയോഗിക്കാവുന്നത്. എൻവലപ്പിന് വേറെ വാക്കുണ്ട്, ഖിലാഫ് എന്ന് എൻവലപ്പിനും ഉപയോഗിക്കാം. കാരണം കവർ എന്ന അർത്ഥത്തിൽ. ബുക്കിന്റെ കവർ പേജ് എന്നല്ലേ നമ്മൾ പറയുക, കവർ. മലയാളത്തിൽ പുറം ചട്ട അങ്ങനെ ഉപയോഗിക്കാറുണ്ടെന്നേ ഉള്ളൂ. മറ്റേത് ഖിലാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ എന്തെങ്കിലും വെക്കുന്നതാണല്ലോ ഖിലാഫ്. ഏതായിരുന്നാലും അങ്ങനെ പ്രയോഗങ്ങളുണ്ട്. ദൂ ഖിലാഫിൻ ജമീലിൻ, മനോഹരമായ കവറുള്ളതായ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ പുറംചട്ടയുള്ളതായ. ഉരീദു ദഫ്തറൻ, എന്ത് പറയണം? ദാ ഖിലാഫിൻ. അഖ്ദറ, അഖ്ദർ നേരത്തെ എന്താ പറഞ്ഞു? പച്ച, ഗ്രീൻ. അസാലിസ് റഅയ്തു മഅൽ മുദീരി റജുലൻ ദാ ലഹിയത്തിൻ ബൈദാ. ബൈദാ എന്താണ്? വെള്ള. വെളുത്തത്. ഇപ്പൊ ലഹിയത്തിന്റെ വിശേഷണം ബൈദാ. അപ്പോ റജുലിൻ നസ്ബ് വന്നതുകൊണ്ട് അറാബി. അയിന ത്വാലിബുൽ ജദീദു, അയിന ത്വാലിബുൽ ജദീദു. ദൂവിന് ശേഷം അലിഫ്ലാം വരുമ്പോ എന്ത് ചെയ്യണം? ദൂവിന്റെ ദീർഘം പോകും. അതായത് ദൂവിന് ശേഷം, ദൂ എന്ന് പറയുന്നത് ദീർഘമുള്ളതാണ്. ഒരു ദീർഘത്തിന് ശേഷം അടുത്ത് വരുന്നത് ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫാണെങ്കിൽ ദീർഘവും കൂടെ പോകും. അതിന്റെ കൂടെ ചേർത്ത് വായിക്കുന്ന അലിഫിന്റെ മുമ്പ് ദീർഘം വന്നാൽ ആ ദീർഘം പോയിട്ടായിരിക്കും അടുത്തതിനോട് വായിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെ എന്ത് ചെയ്യും?
രണ്ട് സുക്കൂൻ എടുത്തു വരികയാണ്. ദീർഘം എന്ന് പറയുന്നത് ഒരു സുക്കൂനാണ് ഉള്ള അക്ഷരമാണ്. ശേഷം വരുന്നത് ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫ് ആണെങ്കിൽ അതിന് ശേഷമുള്ളതിന് എന്തായിരിക്കും? സുക്കൂനായിരിക്കും. ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫിന് ശേഷം സുക്കൂനായിരിക്കും. ആയിരിക്കും അല്ലേ? ആണ്. അങ്ങനെ ആയിരിക്കും എപ്പോഴും. കാരണം എന്താ? സുക്കൂനുള്ള അക്ഷരം വന്നത് കൊണ്ടാണ് അവിടെ തുടങ്ങാൻ വേണ്ടി ഒരു അലിഫ് കൊടുക്കുന്നത്. അതാണ് എക്സ്ട്രാ അലിഫായിട്ട് വരുന്നതും ചേർത്ത് വായിക്കുമ്പോൾ ആ അലിഫ് പോകുന്നത്. എഴുതേ റായത്ത് മാ മുദീൻ റജുലൻ അല്ലെങ്കിൽ ഐന ത്വാലിബുൽ ജദീദു ദുന്നല്ലാറത്തിൽ ജമീലത്തി. അൽ ഖാമിസ് മൻ ഹാദ റജുലു. പിന്നെ അപ്പോഴ് നമ്മുടെ ഈ ചേർത്ത് വായിക്കുമ്പോൾ ഉള്ളതിന് ശേഷമുള്ള എല്ലാം സുക്കൂനാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളെ എന്താണ് കൽപ്പന ക്രിയകൾ വരൂലേ? ഇല്ല, അങ്ങനെ തന്നെ ആയിരിക്കും. കൽപ്പന ക്രിയ പറഞ്ഞു നോക്ക്. കൽപ്പന എന്താ? പറഞ്ഞപ്പോ രണ്ടു പറഞ്ഞു നോക്കി, അപ്പോഴെല്ലാം സുക്കൂൻ തന്നെ കണ്ടത്. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഒക്കെ പറഞ്ഞു. അപ്പൊ എല്ലാം അങ്ങനെയാണ് വരുന്നത്. അതായത് കൽപ്പന ക്രിയയ്ക്ക് വേണ്ടി അലിഫ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ആ അലിഫിന് അത് അതിന് ശേഷമുള്ളതിന് സുക്കൂനാണ് എന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ച് കുഴപ്പിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ഗ്രാമർ പഠിപ്പിക്കുന്നയാളത്ത് പറയുന്നത് അവിടെ സുക്കൂനായതുകൊണ്ട് പിന്നെ ഒരു അലിഫിനെ കൊണ്ട് വയ്ക്കണം എന്നാണ്. നമ്മൾ ഇഫ്തഹ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് ആണ്, തിയററ്റിക്കൽ അല്ല, പ്രാക്ടിക്കലാണ്. അപ്പൊ അതുകൊണ്ടാണ്. അതേസമയം അഞ്ചല യുൻസിലുവിന്റെ കൽപ്പന അൻസിൽ എന്നാണ്. അവിടെ ഉള്ളത് ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന ആ അല്ല, ഹംസാണ്. ഓക്കെ, അവിടെയും സുക്കൂനാണെന്നാൽ അത് വേറെ കാര്യമാണ്. പക്ഷേ ആ ഹംസ ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന ഹംസ അല്ല. ഓക്കെ, അതിനെ താലിബുൽ ജദീദു മൻ ഹാദ റജുലു. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ചേർത്ത് പറയും. ഇവിടെ എവിടെയാ സുക്കൂന്? ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫിന് ശേഷം സുക്കൂൻ എവിടെ? ലാമിന് വരുന്നുണ്ട്. ലാമിന് യഥാർത്ഥത്തിൽ സുക്കൂനാണ്. അതിന് പകരമാണ് ഷംസി അക്ഷരത്തിന് ഷദ്ദ് കൊടുക്കുന്നത്. ഷംസി അക്ഷരങ്ങൾക്കാണ് ഷദ്ദ് കൊടുക്കുന്നത്. 14 അക്ഷരങ്ങൾ ഷംസി അക്ഷരങ്ങളാണ്. അപ്പോ അല്ലാഹ്, അഷീന് അതെല്ലാം ഷംസി അക്ഷര. നൂന് നേരത്തെ പറഞ്ഞ നൂന്, ഇവിടെ പറഞ്ഞ ഷാ, ഇതൊക്കെ എന്താണ്? ഷംസി അക്ഷരമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ലാമിന്റെ സുക്കൂൻ വെളിവാകുന്നതല്ല. അതിന് പകരം ആ ലാമിന്റെ സുക്കൂനുള്ള ലാമിന് പകരം ഇപ്പുറത്തെ അക്ഷരം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരട്ടിച്ചാലും അതിന്റെ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനായിരിക്കുമല്ലോ ഉണ്ടാവുക. ഷദ്ദ് വന്നാൽ അതിന്റെ അർത്ഥം ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും അടുത്ത അക്ഷരത്തിന് ഹർക്കത്തും എന്നാണ്. ഓക്കെ, അസ്സാദിസ് ഇസ്അൽ ദാക الرجل. ഇസ്അൽ ദാക الرجل. ദൽ ഖമീസി, ദൽ ഖമീസിൽ അസ്ഫരി. അപ്പൊ എന്തായിരിക്കും അർത്ഥം? മഞ്ഞയല്ലേ? മഞ്ഞ ഷർട്ടുള്ള പുരുഷൻ. അയാളോട് ചോദിക്കൂ, ആ കാണുന്നതായ ആ പുരുഷൻ. ലിമൻ ദാക്കൽ ബൈത്തു. എന്താണ്? നാരോ. ലയ്യക്കത്ത് നാരോ ഖുർആനിലുള്ള വാക്കാണ്. മക്കാനൻ ലയ്യക്കൻ, ലയ്യക്കൻ ഇടുങ്ങിയത്. നവാഫിദ് എന്താണ്? മുമ്പ് പഠിച്ചിട്ടുണ്ട്. നാഫിദത്തിന്റെ ബഹുവചനമാണ് നവാഫിദ്. നാഫിദത്തുൻ ജംഉഹു നവാഫിദു. നവാഫിദു ജനാലകൾ. ജനാലകൾ. നാഫിദത്തുൻ, നാഫിദത്തുൻ ജനൽ. അതിന്റെ ബഹുവചനമാണ് നവാഫിദു. ഒരു ലമ്മേ ഉള്ളൂ നവാഫിദു. മസാജിദ് പോലെ.
അപ്പോ ഇവിടെ ബഹുവചനമായതുകൊണ്ടാണ് ദയ്യക്കത്ത് എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. അസാമിൻ ഇന്ദി മുഅ്ജമുൻ. എന്താ മുഅ്ജം? ഈ മസാജിദില് കെസർ ചേരില്ലല്ലോ ഇവിടെ, പിന്നെ അല്ല് വന്നോണ്ടല്ലേ അങ്ങനെ കെസർ വന്നത്? അതെ 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 അതെ, അത് പറയാൻ വിട്ടുപോയി. ഇപ്പൊ നവാഫിദ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലമ്മേ ഉള്ളൂ. അതേസമയം അൽ ചേർന്ന് വന്നാൽ അങ്ങനെയുള്ള തെൻമീൻ വരാത്ത അല്ലെങ്കിൽ കെസർ വരാത്ത മീൻ്റെ പ്രസക്തി വരുന്നില്ലല്ലോ അൽ വരുമ്പോൾ. കെസർ വരാത്ത പദത്തിന് അൽ വന്നാൽ, കെസർ സ്വീകരിക്കാത്ത പദത്തിന് അൽ വന്നാൽ അതിന് കെസർ സ്വീകരിക്കും. അങ്ങനെയാണ് നവാഫിദിന് ഇപ്പോൾ ഇവിടെ കെസർ വന്നിട്ടുള്ളത്. അസാമിൻ ഇന്ദി മുഅ്ജമുൻ. മുഅ്ജം എന്താ അർത്ഥം? മുഅ്ജം ഡിക്ഷണറി. ഇന്ദി മുഅ്ജമുൻ. എന്റെ അടുക്കൽ ഒരു ഡിക്ഷണറി ഉണ്ട്. സൂ സുവരിൻ മുലവ്വനത്തിൻ. സൂ സുവരിൻ മുലവ്വനത്തിൻ എന്താ അർത്ഥം? ഫോട്ടോസ് ഉണ്ട്. ആ, മുലവ്വനത്തിന് അറിയില്ല. മുലവ്വനത്ത് എന്താണ്? ലൗൻ എന്താ? ലൗനൻ കളർ ഫോട്ടോ കളേഴ്സ് ഉള്ള ലൗനൻ കളർ. മുലവ്വന് കളർഫുൾ, കളറാക്കപ്പെട്ട എന്നാണ്. ലവ്വന കളറാക്കി. ലവ്വന യുലവ്വിനു, മുലവ്വിനുൻ മുലവ്വനുൻ. മുലവ്വിന് കർത്താവ്, മുലവ്വനുൻ കർമ്മം, അതെ, പിന്നെ കർമ്മനാമം. മുലവ്വനത്തിൻ സുവര് ബഹുജനമായതുകൊണ്ട് മുലവ്വനത്തിന് എന്ന ഏകവചനം കൊണ്ട്, സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിക്കും. സുവരിൻ മുലവ്വനത്തിൻ, കളർഫുൾ പിക്ചേഴ്സ് ഉള്ള ഒരു ഡിക്ഷണറി എന്റെ അടുക്കൽ ഉണ്ട്. അത്താസി ഇഷ്തറൈത്തു മുഅ്ജമൻ സുവരിൻ മുലവ്വനത്തിൻ. അപ്പൊ അവിടെ ദൂന് പകരം ദാ കൊടുക്കണം. ഫീ ഖറിയത്തിനാ മസ്ജിദുൻ. മസ്ജിദുൻ സായാണോ ദൂവാണോ ദിയാണോ? സൂ ആണ്. സൂ മനാറത്തിൻ വാഹിദത്തിൻ. മനാറത്ത് എന്താ? മിനാരം. മിനാരം. അത് മസ്ജിദൻ. മനാറത്തിൻ ബഹുവചനമാണോ അതോ? അല്ലല്ല, വാഹിദത്തല്ലേ, പിന്നെ എങ്ങനെ ബഹുവചനം വരിക? ഒരു താഴികക്കുട മുനാറത്തുള്ള താഴികക്കുട. റഅയ്തു മസ്ജിദൻ. മനാറത്തിൻ വാഹിദത്തിൻ. الثالث عشر التمرين الثالث عشر 13 നമ്പർ എക്സർസൈസ്. تأمل الأمثلة الآتية لما الموصولة. ഈ മൗസൂലയുടെ മായാണ് ഈ പാഠത്തിൽ പഠിക്കേണ്ട മറ്റൊരു പ്രയോഗം. നേരത്തെ നമ്മൾ പറഞ്ഞു മായ്ക്ക് എന്ത് എന്ന അർത്ഥത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മസ്മുക്ക, എന്താണ് നിന്റെ പേര്. അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള മായി നമ്മൾ പഠിച്ചു. മാ ഫഹിംതു ദർസ, എനിക്ക് പാഠമൊന്നും മനസ്സിലായില്ല. മാ ഫഹിംതു ദർസ, പാഠം മനസ്സിലായില്ല, നെഗറ്റീവ് മായാണ്. അപ്പൊ രണ്ട് മാ കഴിഞ്ഞു. ഒരു മാ ക്വസ്റ്റ്യന് വേണ്ടിയുള്ള മാ മസ്മുക്ക, രണ്ടാമത്തെ മാ നെഗറ്റീവ് മാ ഫഹിംതു ദർസ, അല്ലെങ്കിൽ മാ അഗ്ന അൻഹു മാലുഹു, അവന്റെ പണം അവന് ഉപയോഗപ്പെട്ടില്ല എന്നുള്ള നെഗറ്റീവ് മാ. ഇനി മൂന്നാമത്തെ മായാണ് പറയാൻ പോകുന്നത്. റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടുള്ള മാ. ആദ്യം പഠിച്ചത് ഇന്ററോഗേറ്റീവ് മാ, പിന്നെ പഠിച്ചത് നെഗറ്റീവ് മാ, ഇപ്പൊ പറയുന്നത് റിലേറ്റീവ് മാ. ഓക്കെ. മാദാ തഅകുലു യാ അലിയു, അലി നീ എന്താണ് തിന്നുന്നത്. ആകുലു മാ തഅകുലു, എന്താർത്ഥം? ആകുലു മാ തഅകുലു എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇംഗ്ലീഷ് ഐയും ഈയും ഇട്ടാൽ എന്താ അർത്ഥം? അത് എവിടെ നിന്ന് കോപ്പി അടിച്ചാണ്? അറബിയിൽ നിന്ന് കോപ്പി അടിച്ചതാണ്.
കാരണം അറബി ഈസ് ദ ഓൾഡസ്റ്റ് ലാംഗ്വേജ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ സാം മുതൽ സംസാരിക്കുന്ന ഭാഷയാണ് അറബി. അതാണ് സെമിറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സാമുമായി ബന്ധപ്പെട്ടതെന്ന് പറയും. അതാണ് സെമിറ്റിക് ലാംഗ്വേജ്. ഈ IE എന്ന പ്രയോഗം വന്നിരിക്കുന്ന സോഴ്സ് ഒന്നും എന്തല്ല, സെമിറ്റിക് ലാംഗ്വേജ് അല്ല. IE എന്ന ഉപയോഗം വന്നിരിക്കുന്ന ഒന്ന് സെമിറ്റിക് ലാംഗ്വേജ്. ഇത് അതിനേക്കാളും പഴയതാണ് അറബി. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഇംഗ്ലീഷുകാർ നമ്മളതിന് കോപ്പി അടിച്ചു. അപ്പൊ അങ്ങനെ കോപ്പി അടിച്ച ഒരുപാട് പദങ്ങൾ എവിടെയുണ്ട്? യൂറോപ്യൻ ലാംഗ്വേജുകളിൽ ഉണ്ടെന്നാണ് നമ്മുടെ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവായ നമ്മളെ ഗ്രന്ഥകർത്താവ് റഹീം. എഫ് അബ്ദുർ റഹീം, അല്ലെങ്കിൽ എഫ് അല്ല, സോറി, വി അബ്ദുർ റഹീം. വി ഇംഗ്ലീഷിലേക്ക് അറബിയിലേക്ക് മാറ്റിയപ്പോൾ ഫ എന്ന് എഴുതുന്നു. വി അബ്ദുർ റഹീം എന്ത് ചെയ്തിട്ടുണ്ട്? ഡോക്ടർ വി അബ്ദുർ റഹീം ഇവിടെ കാണാൻ പറ്റും. വി അബ്ദുർ റഹീം എഴുതിയതാണ് യൂറോപ്പ് സ്പീക്സ് അറബിക്. അത് കനപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പൊ അതിൽ യൂറോപ്യൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന അറബി വാക്കുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈനിൽ കിട്ടും, ഒന്ന് വാങ്ങി വായിക്കുന്നതാണ്. അപ്പോ അതിലൊന്നാണ് ഐ. അതായത് അതായത് അപ്പൊ അതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വസ്തു അല്ലദീ തഅകുലു, നീ തിന്നുന്നതായ, നീ തിന്നുന്നത് എന്തെന്നാണോ അത്. ആക്കുലു മാ തഅകുലു. പിന്നെന്താണ് ഒരു ഉദാഹരണം? മാതാ തശ്റബു യാ അബാ ബക്കരി. അശ്റബു മാ തശ്റബു, മാതാ തശ്റബു യാ അബാ ബക്കരി. അബൂബക്കറെ, നീ എന്താണ് കുടിക്കുന്നത്? അശ്റബു മാ തശ്റബു, നീ കുടിക്കുന്നത് എന്താണോ അതാണ് ഞാനും കുടിക്കുന്നത്. അഫ്ഹമു മാ തഖൂലു, എന്താർത്ഥം? ഗ്രഹിക്കുക, പറയുന്നതിന് എന്താണോ അതിന് ഗ്രഹിക്കുക. ഞാൻ ഗ്രഹിക്കുന്നു. അഫ്ഹമു, ഞാൻ ഗ്രഹിക്കുന്നു. ഫഹിമ, അവൻ ഗ്രഹിച്ചു. അഫ്ഹമു, ഞാൻ ഗ്രഹിക്കുന്നു. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അഷ്തരി മാ തുരീദു, നിനക്ക് ആവശ്യമുള്ളതൊക്കെ അല്ലെ, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ വാങ്ങാം. അപ്പൊ നിനക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ഞാൻ വാങ്ങാം. ഉക്തുബ് മാ സമഅത യൗമ ഫിൽ ഫസ്ൽ. ഉക്തുബ് മാ സമഅത യൗമ ഫിൽ ഫസ്ൽ. എന്താർത്ഥം? നീ ക്ലാസ്സിൽ കേട്ടത് എന്താണോ അതിനെ എഴുതുക. നസീതു മാ ഖാല ലിയൽ മുദർരിസു അംസി. നസീതു മാ ഖാല ലിയൽ മുദർരിസു അംസി. എന്താർത്ഥം? ഇന്നലെ അധ്യാപകൻ ഇന്നലെ പറഞ്ഞത് എന്താണോ അത് ഞാൻ മറന്നു. എന്നോട് പറഞ്ഞു. മാ ഖാല ലി. السادس قال الله تعالى في سورة الصف. صف അധ്യായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. മാ എന്തെന്നാണോ അത്, ലാ തഫ്അലൂൻ നിങ്ങൾ പ്രവർത്തിക്കാത്തതായ. നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തെന്നാണോ അതിനെ നിങ്ങൾ എന്തിനു പറയുന്നു? ലിമ, വൈ. ലിമ എന്തുകൊണ്ട്? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തതിന് പറയുന്നത്? وقال تعالى في سورة الكافرون قل يا أيها الكافرون لا أعبد ما تعبدون. നിങ്ങൾ എന്തൊന്നിനെയാണോ ആരാധിക്കുന്നത് അതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അല്ലേ?
وقال تعالى في سورة آل عمران في سورة آل عمران ആൽ ഇമ്രാൻ അധ്യായത്തിൽ അല്ലാഹു തആല പറഞ്ഞു സനക്തുബു മാ ഖാലു അവർ പറഞ്ഞത് എന്താണോ അതിനെ നാം എഴുതി വെക്കും. അതേപോലെ സൂറത്തുൽ ഫലഖ് പറഞ്ഞില്ലേ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ അവൻ ഇത് നമ്മൾ എന്താണോ അതിന്റെ തിന്മയിൽ നിന്നും ഞാൻ അഭയം തേടും. അതെ ഇത് കണ്ട ഉടനെ റിലേറ്റീവ് മായാണോ നെഗറ്റീവ് മായാണോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കും? റീഡ് മോർ, സ്പീക്ക് മോർ, ലിസൺ മോർ, ഇതാണ് ലാംഗ്വേജ് പഠിക്കാനുള്ള 3 വഴി. അല്ല ഇത് മാ കാലു അവർ പറഞ്ഞില്ല എന്ന് നമുക്ക് അതെ. അപ്പൊ ഇവിടെ പിന്നെ ഏതാണ് പറഞ്ഞത്? സനക്തുബു മാ ഖാലു അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും അർത്ഥം? സനക്തുബു മാ ഖാലു അവർ പറഞ്ഞില്ല. അപ്പൊ അതിന്റെ കൂടെ സനക്തുബു ഉപയോഗിക്കുന്നതിന്റെ പ്രസക്തി എന്താ? അല്ല അങ്ങനെ അർത്ഥം മൊത്തം അറിയാമെങ്കിലല്ലേ അത് അർത്ഥം മൊത്തം അറിയണമല്ലോ. ഇനിയും പറയല്ലേ അർത്ഥം മൊത്തം അറിയില്ല. ഇപ്പൊ നമ്മൾ ഒരു വലിയ നോളജാ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ ഡിഗ്രി എടുത്താൽ പോലും ഇതേപോലെ അറബി സംസാരിക്കാൻ പറ്റും. ഒരു ഗ്രാജുവേഷൻ BA അറബിക്ക് എടുത്ത ആളോട് നിങ്ങൾ സംസാരിച്ചു നോക്കും ഇപ്പടിച്ച രീതിയിൽ. അതിനേക്കാളും ഭംഗിയായിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഞാൻ പഠിച്ച കാലത്തുള്ള അറിവാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പഠിച്ച കാലത്ത് ഇപ്പോൾ അതിനേക്കാളും ഡൈല്യൂട്ടഡ് ആണ്. അപ്പൊ ഇനി നമുക്ക് അറിയില്ലെന്ന് പറയരുത് കേട്ടോ. നമ്മൾ പഠിക്കുക, കൂടുതൽ വായിക്കുക, കൂടുതൽ കേൾക്കുക, കൂടുതൽ കൈകാര്യം ചെയ്യുക ഭാഷ. അപ്പൊ എന്ത് ചെയ്യും? മനസ്സിലാവും. തഅമ്മൽ മായലി. അപ്പോ മൻ നാഫിയത്തു, നാഫിയത്ത് എന്താണ്? നഫി, നെഗറ്റീവ്. മൻ നാഫിയത്തു മാ ഇൻദി കിതാബുൻ, നെഗറ്റീവ് മാ എന്ന് പറഞ്ഞാൽ മാ ഇൻദി കിതാബുൻ, എൻ്റെ അടുക്കൽ പുസ്തകം ഇല്ല, എൻ്റെ അടുക്കൽ കിതാബില്ല. അതേപോലെ മാ ഫഹിംതു ദർസ, ഞാൻ പാഠം മനസ്സിലാക്കിയില്ല. മാ അതിരി, എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നത് എന്താണ്? നെഗറ്റീവ് മായാണ്. മൽ ഇസ്തിഫാമിയതു, ഇന്ററോഗേറ്റീവ് മാ, ക്വസ്റ്റ്യന് വേണ്ടിയുള്ള മാ. മാ ഹാദ, ഇതെന്താ? മസ്മുക, നിന്റെ പേരെന്താ? മാതാ തക്തുബു, നീ എന്താ എഴുതുന്നത്? അപ്പൊ മാതാ തക്തുബു എന്ന് പറയുമ്പോഴത്തേക്ക് ആ മാ എന്താണ്? യഥാർത്ഥത്തില് ചോദ്യത്തിന്റെ മായാണ്. അതിന്റെ കൂടെ മാദ ചേർത്തിട്ടാണ് പറയുക കേട്ടോ. ഹാദ എന്ന് പറയുന്നത് പോലെ അത് മാദ എന്ന് പറയും. മാ ചേർത്ത് മാത്രം ചോദിച്ചോളൂ. മാ ഇസ്മുക്കാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മാ മാത്രമല്ലേ ഉള്ളൂ. അതെ, മാതാ തക്തുബു എന്ന് പറയുമ്പോൾ ദായുണ്ട്. അല്ല അവിടെ മാ തക്ത് പോന്ന് ചോദിച്ചൂടെ? മാതാ ഇസ്മുക്കാന്ന് ചോദിക്കില്ല. അതങ്ങനെയാണ് എന്റെ പേര്. അതൊക്കെ മാതാ ഇസ്മുക്കാന്ന് ചോദിക്കില്ല. മാ തക്തുബു എന്ന് ക്വസ്റ്റ്യൻ ഉപയോഗിക്കാൻ പറ്റില്ല. പറ്റൂല അല്ലേ? അസാലിസ് മൽ മൗസൂലത്തു, റിലേറ്റീവ് മാ. ആകുലു മാ തഅകുലു, ആകുലു മാ തഅകുലു. എന്താണ്? നീ തിന്നുന്നത് എന്താണോ അത് ഞാൻ തിന്നും, നേരത്തെ പറഞ്ഞു. അതെന്താണ്? റിലേറ്റീവുമായാണ്. സഅശ്തരി മാ തുരീദു, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ വാങ്ങാം. ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, അവിടെ എല്ലാം എന്താണ്? മൽ മൗസൂൽ. ഇതൊക്കെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ മറ്റൊന്ന് എന്താ ആകാൻ സാധ്യതയില്ല. ഇവിടെ 3 ടൈപ്പ് മാ വന്നിട്ടുണ്ട്. ഇതില് വേറെ മറ്റ് ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മറ്റ് 2 ആകാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല. അതുകൊണ്ടാണ് അറബികൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കാലാധിവർത്തിയായി അറബി ഭാഷ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ എന്താവും? അപ്രസക്തമായി പോകും, അല്ലെങ്കിൽ യൂസേജുകൾ മാറി വരും.
ഇംഗ്ലീഷിൽ യൂസ് ചെയ്യില്ലേ? നമുക്കറിയാമല്ലോ. നീ എന്ന് ഒരു ഏകവചനം പറയണമെങ്കിൽ എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ദൈ. പിന്നെ അതിന് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ഒരു ഫോമും ഒബ്ജക്റ്റ് ആയിട്ട് വന്നാൽ വേറൊരു ഫോമൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് അപ്രസക്തമായി? ഷേക്സ്പിയറിന്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. യൂസഫ് അലിയുടെ അല്ലാമ യൂസഫ് അലി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ ഇപ്പോഴും അങ്ങനെയാണുള്ളത്. അതേപോലെ പിക്താളിന്റെ പരിഭാഷയിൽ ഇപ്പോഴാണുള്ളത്, ഖുറാന്റെ പരിഭാഷയിൽ ഇപ്പോഴും അതേ ലാംഗ്വേജിലാണുള്ളത്. ആ ലാംഗ്വേജ് അപ്രസക്തമായപ്പോൾ എന്തുകൊണ്ടാ? ഇംഗ്ലീഷിൽ അത് യൂസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അതേസമയം അറബി ഭാഷയിൽ ഇപ്പോഴും അറബിയുടെ യൂസ് എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംസാരിക്കുന്നത് അതാണ് നമുക്കറിയുന്നത്. അതിന് മുമ്പുള്ള കാലത്തും സംസാരിച്ചിരുന്നതും അതായത് വളരെ മുമ്പല്ല, അതിന് കുറെ മുമ്പ് അതേ രീതിയിൽ തന്നെയാണ്. അതായത് ഇപ്പൊ നമുക്ക് അറിയാവുന്നത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്ന ഹദീസ് നമ്മളിലുണ്ട്, നബി വചനങ്ങൾ, അതേ അറബി തന്നെയാണ് ഇപ്പോഴും നമ്മൾ അവിടെ ചെന്നാല് റിട്ടൺ അറബിക്. പത്രത്തിലുള്ള ഭാഷ എന്താ? പത്രത്തിലുള്ള ഭാഷയും അതേപോലെ അധ്യാപകർ സംസാരിക്കുന്ന ഭാഷയും ഔപചാരികമായ ഭാഷ അല്ല, ടി വിയിലൊക്കെ വാർത്ത വായിക്കുന്ന ഭാഷ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്ന അതേ ഭാഷ. വൊക്കാബുലറികൾ, പുതിയ വൊക്കാബുലറികൾ വന്നിട്ടുണ്ട്, പക്ഷെ ഭാഷ ശൈലി ഇടയിൽ കട്ടായി പോയോ? കട്ടായി പോയി. ഞാൻ ഇവിടുത്തെ പ്രശ്നമായിരിക്കും. അല്ല, ഇവിടെ ഞാൻ സാധാരണ ബാറ്ററി മാറ്റി കൊടുക്കുന്നതാണ്. നെറ്റ്, ഈ നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നെറ്റിന്റെ അല്ല, നമ്മള് പവർ സപ്ലൈ സെക്കൻഡുകൾ പോകുന്ന ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ഒരു സെക്കൻഡ് എന്ത് ചെയ്യും? പക്ഷേ അപ്പൊ ആ നെറ്റ് ഇപ്പൊ ആ സെക്കൻഡ് പോയി കഴിയുമ്പോഴത്തേക്ക് എന്തായി? പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സംഭവം. എനിവേ, തഅമ്മൽ. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. പിന്നെ അല്ല, ഇവിടെ ഇത് ഈ ഭാഗം പറഞ്ഞ് നിർത്താല്ലേ. തഅമ്മൽ മായലി മാ ഉരീദു ഷൈഅൻ മാ അക്കൽതു ഷൈഅൻ മാ റഅയ്തു ഷൈഅൻ മാ ഫഹിംതു ഷൈഅൻ. എന്താണ്? നെഗറ്റീവ് ആണ്. മാ ഉരീദു ഷൈഅൻ, എനിക്കൊന്നും വേണ്ട. മാ അക്കൽതു ഷൈഅൻ, ഞാനൊന്നും ഞാനൊന്നും തിന്നില്ല. മാ റഅയ്തു ഷൈഅൻ, ഞാനൊന്നും കണ്ടില്ല. മാ ഫഹിംതു ഷൈഅൻ, ഞാനൊന്നും മനസ്സിലാക്കിയില്ല. ഞാൻ ഒന്നും തിന്നില്ലെന്നാണോ? ഞാൻ ഒന്നും കഴിക്കില്ല. കഴിക്കലും തിന്നലും രണ്ടാണോ? അതല്ല സാർ, ഞാൻ ചോദിച്ചതല്ല. തിന്നില്ല എന്നാണോ തിന്നില്ല എന്നാണോ? മനസ്സിലായില്ല. തിന്നുകയില്ല എന്നാണോ? പാസ്റ്റ് ടെൻസ് ആണ്. അക്കല പാസ്റ്റ് ടെൻസ് ആണ്. അല്ല, എനിക്ക് തോന്നി ഉസ്താദ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തിന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, തിന്നുകയില്ല എന്നല്ല പറഞ്ഞത്. ഓക്കെ. ഞാനൊന്നും തിന്നില്ല. മാ റഅയ്തു ഷൈഅൻ, ഞാനൊന്നും കണ്ടില്ല. മാ ഫഹിംതു ഷൈഅൻ, ഞാനൊന്നും ഗ്രഹിച്ചില്ല. ഇവിടെ ഷൈഅന്റെ പ്രയോഗം കൂടി മനസ്സിലാക്കുക. ഷെയ് എന്ന് പറയുമ്പോഴത്തേക്ക് വസ്തു, കുറച്ച് സംഗതി എന്നൊക്കെയാണല്ലോ. ഷെയ്അൻ ഫശൈഅൻ എന്ന് പറഞ്ഞാൽ അല്പാൽപ്പം എന്നാണ്. പക്ഷെ ഇവിടെ എന്താ? ഷെയ്അൻ എന്ന് പറഞ്ഞാല് ഇവിടെ ഒന്നും തിന്നില്ല, അല്പം പോലും എന്നർത്ഥം. അല്പം പോലും. ഓക്കെ. തഅമ്മൽ മാലി നഖൂലു അൽ ഖുർആൻ കിതാബുല്ലാഹി ഖറഅതുൽ ഖുർആന. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് നഖൂലു അൽ ഖുർആൻ കിതാബുല്ലാഹി, ഖുർആൻ അള്ളാന്റെ ഗ്രന്ഥമാണ് എന്ന് നമ്മൾ ഖുർആൻ എന്ന വാക്ക് ഉപയോഗിക്കും. ഖറഅതുൽ ഖുർആന, ഖുർആനെ ഞാൻ വായിച്ചു എന്ന് ഖുർആൻ എന്ന വാക്ക് ഉപയോഗിക്കും. അഹ്ഫദുൽ ഖുർആന, ഞാൻ ഖുർആൻ
മനഃപ്പാടമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഖുർആൻ എന്ന വാക്ക് ഉപയോഗിക്കും. വനഖൂലു ഇന്ദി സലാസത്തു മസാഹിഫ, എൻ്റെ അടുക്കൽ 3 ഖുർആൻ ഉണ്ടെന്നല്ല പറയുക, എൻ്റെ അടുക്കൽ 3 മുസ്ഹഫ് ഉണ്ടെന്നാണ്. അപ്പൊ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഖുർആൻ ആകെ ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് മുസ്ഹഫ് എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോ പ്രിന്റ് ചെയ്തതായ അല്ലെങ്കിൽ എഴുതപ്പെട്ട അതിനെന്ത് ചെയ്യും? സംഗതിക്ക് മുസ്ഹഫ് എന്നാണ് പറയുക. അപ്പോൾ വണ്ടി സലാസത്തു മസാഹിഫ. ഇപ്പൊ മുസ്ഹഫ് എന്താണ്? ഖൈറ് മുൻസരിഫാണ്. സലാസയുടെ ശേഷം എന്ത് ചെയ്യണം? ബഹുവചനം ഉപയോഗിക്കണം. അതിനുശേഷം കെസ്ർ കൊടുക്കണം. മസ്ഹാഫിന് മസാഹിഫ് കെസ്ർ കൊടുക്കൂല. മസാജിദ് വസിനാണ്. കെസ്ർ സ്വീകരിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും? ഫത്തഹ കൊടുക്കണം. വളഅത്തുൽ മുസ്ഹഫ അലൽ മക്തബി, ഞാൻ ഖുർആൻ കൊണ്ട് മേശപ്പുറത്ത് വെച്ചു എന്നല്ല പറയാ. എന്താ പറയേണ്ടത്? വളഅത്തുൽ മുസ്ഹഫ, ഞാൻ മുസ്ഹഫിനെ വെച്ചു അലൽ മക്തബി, മേശപ്പുറത്ത്. അഖ്റഉ മിനൽ മുസ്ഹഫി, മുസ്ഹഫ് നോക്കി വായിക്കുന്നു. മുസ്ഹഫ് നോക്കി വായിക്കുമ്പോൾ ഞാൻ അഖ്റഉ മിനൽ മുസ്ഹഫി, ഞാൻ മുസ്ഹഫിൽ നിന്നും വായിക്കുന്നു. ഓക്കെ, തഅമ്മൽ മായലി ഗൈറു എന്നുള്ളത്. ഹാദൽ വറഖു മുസത്തറുൻ, ഹാദൽ വറഖു മുസത്തറുൻ, ഇതെന്താണ്? റൂൾഡ് ആണ്. ഈ പേപ്പർ റൂൾഡ് ആണ്. വഹാദൽ വറഖു ഗൈറു മുസത്തറിൻ, നോൺ റൂൾഡ് എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യും? ഖൈർ ഉപയോഗിക്കും. ഗൈരിൽ മഗ്ദൂബി, കോപിക്കപ്പെട്ടതല്ലാത്ത, ഖൈർ മുസത്തറിൻ, റൂൾഡ് അല്ലാത്ത. ഗൈറു മുൻസരിഫ്, ഗൈർ മുൻസരിഫ്. ഹാദൽ ഖബറു സഹീഹുൻ, ഈ ഇൻഫർമേഷൻ എന്താണ്? ഖബർ, ഈ വാർത്ത ശരിയാണ്. ഹാദൽ ഖബറു ഗൈറു സഹീഹ്, അത് ശരിയല്ല. ഇതാണ് പാഠം. ബാക്കി ഒക്കെ ഒറ്റവാക്കർത്ഥങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമൂദജിന്റെ ബഹുവചനം നമാദിജു, ഗൈർ മുൻസരിഫാണ്. മസാജിദ് വസിനില്. കുമാഷ് എന്താണ്? കുമാഷ് വാങ്ങാൻ പറഞ്ഞില്ലേ? ഉമ്മാക്ക് ഒരു മീറ്റർ തുണി വേണമെന്ന് പറഞ്ഞില്ലേ? കുമാഷ്, തുണി. അതിന്റെ ബഹുവചനം അക്മിഷത്തുൻ. സൂറത്തുൻ സുവറൻ നേരത്തെ കമീസ് എന്ന് പറഞ്ഞാൽ തുന്നപ്പെട്ട തുണിയും. കമീസ് എന്ന് പറഞ്ഞ ഷർട്ട്, ഷർട്ടാണ്. ഓക്കെ, കമീസ് ഷർട്ട്. കുമാഷ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കുമാഷ് എന്നുള്ള ഉടുക്കുന്ന തുണിക്കും പറയാം. കാരണം എന്താ? നമ്മള് തുണി എടുത്തു, അപ്പൊ തുണി എന്ന അർത്ഥത്തിലാണ് പറയാം. പറഞ്ഞിരുന്നു. അതേപോലെ നമ്മള് ഷർട്ട് തുന്നാനുള്ള തുണി എടുത്താൽ അതിന് കുമാഷ് എന്ന് പറയും. ഷർട്ട് തുന്നാനുള്ള തുണി എടുത്താൽ. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന തുണിക്ക് കുമാഷ് എന്ന് പറയും. അതേപോലെ ഉടുക്കുന്നതിന് കുമാഷ് എന്ന് പറയാൻ പറ്റും. അതിന് വേറെ നമ്മൾ അരയിൽ ഉടുക്കുന്ന തുണിക്ക് വേറെ പദമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ കുമാഷ് എന്നും പറയാം. സൂറത്തിന്റെ ബഹുവചനം നേരത്തെ പറഞ്ഞു. മുസ്ഹഫിന്റെ ബഹുവചനം പറഞ്ഞു. മുസത്തറിൻ പറഞ്ഞു. ഖാബ യഗൈബു, ഗയ്യാബ്. ഖാബ യഗൈബുവിന്റെ ക്രിയാധാതുവാണ്. ഗയ്യാബ്, ഖാബ മറഞ്ഞു, യഗൈബ് മറയും, ഗയ്യാബ് അതിന്റെ ക്രിയാധാതു. ആഖറിന്റെ മുഅന്നസാണ് ഉഖ്റ. ഷൈഉൻ അഷിയ ആണ് അതിന്റെ ബഹുവചനം. ഷൈഇന്റെ ബഹുവചനം അഷിയ ആണ്. ഹൽവ നമുക്കറിയാം. ഹൽവയുടെ ബഹുവചനമാണ് ഹലാവ, സ്വീറ്റ്സ്. അസ്മർ അൽ മുഅന്നസ് സംറ. ഓക്കെ, അഖ്തസറു അലാ ഹാദാ. ഇവിടെ നിർത്തുകയാണ്. നമ്മളെ ഒത്തുചേരൽ അല്ലാഹു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളിൽ അവൻ പുറത്ത് മാപ്പ് ചെയ്ത് തരട്ടെ. വീഴ്ചകൾ അല്ലാഹു പുറത്തു തരട്ടെ. കൂടുതൽ പഠിക്കാനും ആഴത്തിൽ ഖുർആൻ ഗ്രഹിക്കാനും നമുക്ക് അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.